റൂബീസ് ക്രിയേറ്റീവ് ഹബിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നമ്മുടെ ഗാർഡനിലെ വളരെ പ്രിയപ്പെട്ടതാണ് റോസാപ്പൂക്കൾ. പല നിറത്തിലുള്ള റോസാപ്പൂക്കൾ നമ്മൾ നഴ്സറിയിൽ നിന്നൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് വളർത്താറുണ്ട്. പക്ഷേ ഒന്നല്ലെങ്കിൽ രണ്ട് തവണ പൂ ഉണ്ടായിക്കഴിഞ്ഞ് ഒരു തരം മുരടിപ്പ്. നമുക്ക് സത്യത്തിലത് ഇതുപോലെ നിന്ന റോസയാണ്, ഇതുപോലെ നിറയെ പൂവായിട്ട് നിന്നതാണ്. ഇപ്പോൾ അതിൻ്റെ അവസ്ഥ ഞാൻ കാണിച്ചു തരാം. കണ്ടോ, മുരടിച്ച് പൂവില്ല, ഇലയില്ല. നമുക്ക് പറിച്ച് കളയാൻ തോന്നും. ആ രീതിയിലായി നിൽക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഒരു വീഡിയോയിൽ കണ്ടതാണ്, അത് വെച്ചിട്ട് ഞാനൊരു ചെറിയ പ്രയോഗം ചെയ്ത് നോക്കി കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ കളകളൊക്കെ ഒന്ന് പറിച്ച് മാറ്റി അതിനകത്തുനിന്ന് എന്നിട്ട് ആ ചുവടൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തു. പിന്നെ ഉണങ്ങി നിൽക്കുന്ന കമ്പില്ലേ, ഉണങ്ങി നിൽക്കുന്ന കമ്പ്, അതുപോലെ തന്നെ മുരടിച്ച് നിൽക്കുന്ന തലയൊക്കെ അങ്ങോട്ട് ഒന്ന് കട്ട് ചെയ്ത് മാറ്റിക്കളയുന്നതാണ് നല്ലത്. അത് നിങ്ങൾ വേറെ ഏതെങ്കിലും തരത്തിൽ ചെയ്യാറുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണേ. നമ്മുടെ റോസയെ എപ്പോഴും മുരടിപ്പൊക്കെ മാറ്റി നമുക്കിത് മുരടിപ്പ് മാറാനുള്ള മരുന്നൊക്കെ വാങ്ങാൻ കിട്ടും ഈ ഓർഗാനിക്കിന്. പക്ഷേ അതിനൊക്കെ ഭയങ്കര വിലയാണ്. 175 രൂപയാണ് ഒരെണ്ണത്തിന്. അതൊക്കെ വാങ്ങിച്ചാൽ ഒരു 5-6 തവണ അടിക്കാനേ ഉള്ളൂ. നമുക്കത് അങ്ങനെയൊന്നും നമുക്ക് പൈസ മുടക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ അത് ഞാൻ നമ്മുടെ വീട്ടിലെ കഞ്ഞിവെള്ളം ഉപയോഗിച്ചിട്ട് ഒരു വീഡിയോ ഇങ്ങനെ കണ്ടതാണ് യൂട്യൂബിൽ, അത് കണ്ട് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഒരാഴ്ചയിൽ ഒന്ന് വെച്ച് അങ്ങനെ ഒഴിച്ചു കൊടുത്തു നോക്കി. അതാണിത്. അതായത് നമ്മുടെ വീട്ടിലെ കഞ്ഞിവെള്ളം എടുത്തിട്ട് പഴങ്കഞ്ഞി വെള്ളം, 1 കപ്പ് കഞ്ഞിവെള്ളത്തിനകത്തേക്ക് 1 കപ്പ് കഞ്ഞിവെള്ളത്തിന് 1 സ്പൂണ് നമ്മുടെ ഈ എപ്സം സോൾട്ടില്ലേ, പഞ്ചസാരത്തരി പോലെ ഇരിക്കുന്ന ആ എപ്സം സോൾട്ടാണ് ഞാൻ ഇട്ട് കൊടുത്തത്. എന്നിട്ട് അതിനകത്തേക്ക് പിന്നെ നമ്മൾ ആ കഞ്ഞിവെള്ളം അങ്ങനെ തന്നെ ഒഴിക്കാൻ പാടില്ല, ഡൈല്യൂട്ട് ചെയ്തിട്ടാണ് ഒഴിക്കുന്നത്. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരാഴ്ചയിൽ 1 തവണ വെച്ച് ഒരു 3 ആഴ്ച ചെയ്തു കേട്ടോ. 3 ആഴ്ച ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഫലം കണ്ടു. വലിയ അങ്ങേയറ്റത്തെ ഫലമെന്ന് പറയാനൊന്നുമില്ല, എന്നാലും മിക്കവാറും റോസകളിലൊക്കെ മൊട്ടൊക്കെ വന്നു, മൊട്ട് വന്നു, ഇല വന്നു, പൂ ഉണ്ടായി. അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇത് ഇങ്ങനെയാണ് ഒഴിച്ചു കൊടുത്തത്. ഒരു കപ്പ് അര കപ്പൊക്കെ വെച്ച് നമുക്ക് അതിൻ്റെ നേരെ ചുവട്ടിലൊഴിക്കരുത്, അല്പം മാറ്റി ഒഴിച്ചു കൊടുക്കണം. പിന്നെ കഞ്ഞിവെള്ളം ഡൈല്യൂട്ട് ചെയ്തതാണ് കേട്ടോ. 3 ഇരട്ടി വെള്ളം കൂടെ ചേർത്ത് ഡൈല്യൂട്ട് ചെയ്തതാണ്. അതുകൊണ്ട് പേടിക്കാനില്ല. റോസിന് മാത്രമല്ല കേട്ടോ, നമ്മുടെ പച്ചക്കറികൾക്കൊക്കെ ഇത് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ വന്ന മാറ്റമാണ് ഈ കാണുന്നത് കേട്ടോ. നല്ല ഇലയൊക്കെ വന്നു. എല്ലാത്തിലും വന്നിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇതിൽ മുട്ടുണ്ട്. ചിലതൊക്കെ 2-3 പൂക്കളൊക്കെ വിരിഞ്ഞു. അപ്പോൾ നമുക്ക് പൈസ മുടക്കൊന്നും ഇല്ലാതെ ഇത് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്ന കാര്യമാണ്. എപ്സം സോൾട്ടിലൊന്നും വലിയ വിലയില്ലല്ലോ. അതൊരു കുറച്ച് വാങ്ങിച്ച് വെച്ചാൽ 1 സ്പൂൺ വെച്ച് എടുത്തിട്ട് ഇങ്ങനെ, അത് നമ്മുടെ എത്ര റോസ ഉണ്ടോ അതനുസരിച്ച്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്നത് കൂടെ നിങ്ങളൊന്ന് കാണിച്ചു തരാം. ഇത് കഞ്ഞിവെള്ളം, 1 ലിറ്റർ കഞ്ഞിവെള്ളമാണ് കേട്ടോ. ഞാൻ തലേദിവസത്തെ കഞ്ഞിവെള്ളം എടുത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് എപ്സം സോൾട്ട് ചേർത്ത് കൊടുക്കുകയാണേ. അപ്പോൾ ഞാൻ 1 സ്പൂണ് നിറച്ച് എപ്സം സോൾട്ട് ചേർക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് അതിനകത്തേക്ക് മിക്സ് ചെയ്യണം. നന്നായിട്ട് അലിയുന്ന വരെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഇത് ഡൈല്യൂട്ട് ചെയ്യണം. നമുക്ക് 3 കപ്പ് വെള്ളം കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ 3 കപ്പ് വെള്ളം ആഡ് ചെയ്യുമ്പോൾ 3 സ്പൂൺ എപ്സം സോൾട്ടും കൂടി ചേർത്ത് കൊടുക്കാട്ടോ. അതായത് 1 കപ്പ് കഞ്ഞിവെള്ളത്തിന് 1 സ്പൂൺ എന്ന കണക്കിൽ. അപ്പോൾ അതാണിത്. ഇത് ഡൈല്യൂട്ട് ചെയ്യാൻ പോണേ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ റോസാ ചെടിയെ നമ്മൾ പറിച്ച് മാറ്റി കളയേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ഒരാഴ്ചയിൽ വെച്ച് ചെയ്ത് കൊടുത്താൽ നന്നായിട്ട് മുരടിപ്പൊക്കെ മാറി മുട്ടൊക്കെ വരും. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.